ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ GTA സാൻ ആൻഡ്രിയാസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വെച്ചവരെ. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്കും ചെയ്യാൻ വെച്ചവരെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സെഡാസ് എന്ന് പറയുന്നൊരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് എൻ്റെ ഇൻസ്റ്റാൾ ആവുകയാണ്. ഓക്കെ, എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് സെഡാസ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു GTA സാൻ ആൻഡ്രിയാസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെഡാസ്യൂർ എന്ന് പറഞ്ഞ ആപ്പ് എടുക്കുക ആണ്. അപ്പം അലോ ഒക്കെ ചെയ്തൊക്കെ കൊടുക്കണം. എന്നിട്ട് നേരെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് കാണും. ആ ഡൗൺലോഡ്സിൽ നമ്മളെ ഇങ്ങനത്തെ ഒരു ഇത് കാണും. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട, നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ ഇവിടെ കാണിച്ചു തരാം. ഇത് എന്താണ് GTA ഓൾ GPU എന്നൊക്കെ പറഞ്ഞ് അതെ അത് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ രണ്ടാമത് കിടക്കുന്ന ഈ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഇത് കാണിച്ചു തരാൻ ഞാൻ ചെറുതായിട്ടൊന്ന് ഇതാക്കട്ടെ വെച്ചവർ. ഈ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ് അത് നിങ്ങൾ ചെയ്യണം. കാണിച്ച് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുണ്ടല്ലോ, ഇവിടുത്തെ ഈ ടിക്ക് മാർക്ക് നിങ്ങൾ നോക്കിയിട്ട് ഇത് നോക്കണം. നിങ്ങളുടെ ഇത് ടിക്ക് മാർക്ക് കൊടുത്ത് ഇത് നോക്കുമ്പോൾ ഇത് എക്സ്ട്രാക്റ്റ് ആവും. ഓക്കെ, ഇത് കുറച്ച് നേരം എടുക്കുമെന്ന് തോന്നുന്നു വെച്ചാൽ. ഓക്കെ പെട്ടെന്നാവുന്നുണ്ട്. എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട് അത്. അപ്പം നമ്മൾ കുറച്ച് മണ്ടയ്ക്കോട്ട് പോകുമ്പോൾ വേറെ ഇതേ ഫയൽ തന്നെ അല്ല ഇതേ ഫോൾഡർ തന്നെ കാണാൻ പറ്റും. അവരെ കാണിച്ച് ഞാൻ അതേ കിടക്കുന്ന വെച്ചാൽ കിടക്കുന്ന നമ്മുടെ അതേ ഫോൾഡർ തന്നെ ഇത് ഉണ്ടല്ലോ വെച്ചാൽ GTA സാൻ ഓൾ GPU എന്ന്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 11 GB മുകളിലുള്ളതാണെങ്കിൽ GB എന്നല്ല, ഇതിൻ്റെ മുകളിലുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ആദ്യമല്ല രണ്ടാമത് കിടക്കുന്ന ഇത് ഡൗൺലോഡ് ചെയ്യണം. ഇത് ഡൗൺലോഡ് ചെയ്യണം. അത് താരമുള്ളതാണെങ്കിൽ ഈ കിടക്കുന്ന ഇത് ഡൗൺലോഡ് ചെയ്യണം വെച്ചമ്മേരെ. കണ്ടല്ലോ, ഇത് എൻ്റേതിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാണിച്ചു തരാം. നമ്മൾക്ക് വേണ്ട ഇതൊന്ന് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ഇതെന്ന് വെച്ച് നിങ്ങൾ GTA സാൻ ആൻഡ്രിയാസ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട് ഇൻസ്റ്റാളെന്ന്. ആ ഇൻസ്റ്റാൾ നിങ്ങൾ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണും. അപ്പോൾ നിങ്ങൾ ഇത് അലോ ഒക്കെ ചെയ്ത് കൊടുത്ത് ഇൻസ്റ്റാളെന്ന് വരും. അപ്പോൾ ഈ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമ്മുടെ GTA സാൻ. നിങ്ങൾ പെട്ടെന്ന് പോയി കളിക്കല്ലേ, ഇത് ഓപ്പൺ ആകത്തില്ല, ബ്ലാക്ക് സ്ക്രീൻ വരും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തന്നെ മണ്ടയ്ക്കൊരു ഇത് കിടപ്പുണ്ട്. ഇത് ഉണ്ടല്ലോ ഇങ്ങനൊരു ഇത്, അത് നിങ്ങൾ ലോങ് പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നെക്കി പിടിക്കണം. എന്നിട്ട് ഇവിടെ കോപ്പി എന്നുണ്ട്. ഇത് കണ്ടല്ലോ വെച്ചാൽ ഇവിടെ കോപ്പി എന്ന് കിടക്കുന്നു. ആ കോപ്പി നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ
എന്നിട്ട് നിങ്ങൾ ബാക്ക് പോവുക. ഇതേ ഇവിടാണ് നമ്മുടെ ബാക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്ക് ഏതായാലും പോവുകയാണ്. വീണ്ടും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ ഡൗൺലോഡ് ഫോൾഡറിൻ്റെ പുറത്ത് പോകുമ്പോൾ അതേ ഇവിടെ നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് കിടപ്പുണ്ട്. ഇതേ കിടക്കുന്ന ആൻഡ്രോയിഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിൽക്കണം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡാറ്റ എന്ന് കിടപ്പുണ്ട്. ഇതാണ് ഡാറ്റ. അപ്പോൾ നിങ്ങൾ ആ ഡാറ്റയും ക്ലിക്ക് ചെയ്യണം. ഇത് 200 MBക്കാണ് നമുക്ക് GTA San Andreas കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റയിൽ വന്നിട്ട് ഇത് കണ്ടോ, നമ്മുടെ ഇവിടെ ഒരു കുന്തം ഇരിക്കുന്നുണ്ടല്ലോ വെച്ചാൽ ഒരു ഇതുപോലത്തെ കുന്തം, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അവിടെ എക്സ്ട്രാക്റ്റ് ആവും. മുമ്പേ ഞാൻ ഇത് വരുവാണെങ്കിൽ ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ GTA San Andreasൻ്റെ ഗെയിം പ്ലേ കാണിച്ചു തരാം. ഈ ശേഷം ഞാൻ ഗെയിം പ്ലേ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾ നേരത്തെ കണ്ടതായിരിക്കുമല്ലോ. അപ്പം നമ്മളിനി അടുത്തായിട്ട് ഫ്രീ ഫയർ ഞാനും ഇവനൂടെ മൾട്ടിപ്ലെയർ കളിക്കുന്ന ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നേരെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് കഴിയുവാണ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.